കൊച്ചിയിൽ യുവാവിനെ ബാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോൻ ഒളിവിൽ. വാഹനത്തിൽ യുവാവിനെ മർദ്ദിക്കുന്ന സമയത്ത് നടി കൂടെ ഉണ്ടായിരുന്നെന്നും കുറ്റകൃത്യത്തിൽ നടിക്ക് പങ്കുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ഒരു ബാറിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇതിനകത്ത് ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടിയെ തടഞ്ഞിട്ടും അവിടെ വെച്ച് നോർത്ത് പാലത്തിൻ്റെ മേലിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പരാതിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പരാതി. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തു നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ. അതിനകത്ത് പ്രതികളായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലേഡി കൂടെ ഉണ്ട്, മാറി നിൽക്കുകയാണ്. അതാണ് നിലവിലുള്ള സ്ഥിതി. അതിൻ്റെ ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ യുവാവിനെ കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ വാഹനത്തിൽ ഈ നടിയും ഉണ്ടായിരുന്നു. ശക്തമായ തെളിവുകളുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. 3-ാം പ്രതിയാക്കി മാറ്റിയിരിക്കുകയാണ് പോലീസ്. ഒളിവിലുള്ള ഇവർക്കായുള്ള അന്വേഷണം എങ്ങനെ, വിഷ്ണു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞായറാഴ്ചയാണ് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഈ പരാതിക്കാരനായ യുവാവുമായി തർക്കമുണ്ടാകുന്നത്. വെലോസിറ്റി എന്ന ബാറിൽ വെച്ചായിരുന്നു തർക്കമുണ്ടായത്. പിന്നാലെ ഈ 2 കൂട്ടരും ബാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഈ പരാതിക്കാരനെ ലക്ഷ്മി മേനോന്റെ ഒപ്പമുള്ള സംഘം ഈ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിക്ക് വലിച്ച വാഹനം വട്ടമിട്ട് പിടികൂടുന്നു. അയാളെ വലിച്ച വാഹനത്തിൽ കയറ്റി ലക്ഷ്മി മേനോൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ കയറ്റുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറ്റിയ ശേഷം അയാളുമായി ഈ ആലുവ ഭാഗത്തേക്ക് പോകുന്നു. ഒടുവിൽ അയാളെ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച ശേഷം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തുടർന്നാണ് യുവാവ് പരാതി നൽകിയത്. പരാതിയിന്മേൽ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്ത് അവരെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. അതിലൊരാൾ ലക്ഷ്മി മേനോൻ എന്നാണ് പോലീസ് ഇപ്പോൾ 4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ലക്ഷ്മി മേനോനാണ്. അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അവധിക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇന്ന് ഹർജി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റു 3 പേരെയും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ടി കെ